എന്താ ഇന്നലത്തെ സ്ഥിതി? അപ്പോൾ ഈ സകല പേർക്കും എല്ലാ ചാനൽ, ഞാൻ ഓരോ ചാനലായിട്ട് പറയുന്നില്ല, മനോരമയുടെ ഷാനി പ്രഭാകരൻ നേരെ ചൊവ്വേ എന്താണ് പറയാതിരിക്കാൻ വയ്യ, പറയാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് സിന്ധു, പിന്നെ നമ്മുടെ കവർ സ്റ്റോറി സിന്ധു സൂര്യകുമാർ, ന്യൂസ് അവർ ബിനു, എല്ലാവരും ഇതാ സ്ഥിതി. ഇന്ത്യയിലെ യാഥാർത്ഥ്യം കാണാതെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യം കാണാതെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വികസന രംഗം കാണാതെ, ഇന്ത്യൻ ജനതയെ കാണാതെ, കൃത്യമായ രാഷ്ട്രീയ വിശകലനം നടത്താതെ SIR എന്നും ഹിന്ദുത്വമെന്നും നരേന്ദ്രമോദി എന്നും രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ വിശകലനമാകില്ല. ഇന്ത്യൻ രാഷ്ട്രീയം വേറൊരു തലത്തിൽ ചെന്ന് നിൽക്കുകയാണ്. ആ രാഷ്ട്രീയത്തെ ഇവിടുത്തെ ചാനൽ മുറികളിരുന്ന് രാത്രി 7 മണിക്കും 8 മണിക്കുമുള്ള അന്തിച്ചർച്ചകളിലും അല്ലാതെയും ഇലക്ഷൻ വിശകലനത്തിലും നിങ്ങളിരുന്ന് പറയുമ്പോൾ നിങ്ങൾ ഔട്ട് ഓഫ് ഫോക്കസ് അല്ല, നിങ്ങൾ ഔട്ട് ഓഫ് റൂമാണ്, ഔട്ട് ഓഫ് ദ പിക്ചറാണ്. നിങ്ങൾ ഈ പിക്ചറിന് വെളിയിലാണ്. നിങ്ങൾക്ക് ഗണഗീതത്തെ നിങ്ങൾ വലിയ ഗ്ലോറിഫൈ ചെയ്തു. എന്താണ് ഒരു ചാനൽ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന തത്വം? ഒരു വിഷയം നെഗ്ലക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ, അത് സമൂഹം എടുത്തുകൂടാത്തതാണെങ്കിൽ, അത് മോശപ്പെട്ട പ്രവൃത്തിയാണെങ്കിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്യരുത്. നിങ്ങൾ ഗണഗീതത്തെ ഗ്ലോറിഫൈ ചെയ്തപ്പോൾ ഗണഗീതം അറിഞ്ഞൂടാത്ത സ്കൂളുകളിലും അറിഞ്ഞൂടാത്ത കുട്ടികളും അറിഞ്ഞൂടാത്ത സമൂഹവും ഇന്ന് ഗണഗീതം പാടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ആയിരക്കണക്കിന് വേദികളിലായിരിക്കും ഇനിയിപ്പോൾ ഗണഗീതം പാടാൻ പോകുന്നത്. ഇങ്ങനെ നിങ്ങൾ കാര്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്യും, നെഗറ്റീവ് കാര്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്യും. നെഗറ്റീവ് കാര്യങ്ങളല്ല, നിങ്ങൾ ഒഴിവാക്കണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെ പലപ്പോഴും ഗ്ലോറിഫൈ ചെയ്യും.